ആരോഗ്യ കേരളം ഗുരുതരമായ ഒരു രോഗക്കിടക്കയിലാണ്. സർക്കാർ ആശുപത്രിയിലെത്തുന്ന രോഗികളെക്കാൾ മുൻപ് ചികിത്സ നൽകേണ്ടത് ആരോഗ്യ കേരളം എന്ന സിസ്റ്റത്തിനും. കാരണം ആ സിസ്റ്റമാണ് ഒട്ടേറെ പേരുടെ ജീവൻ എടുക്കുന്നത്, മറ്റു നിരവധി പേരുടെ ജീവിതം വെച്ച് പന്താടുന്നത്. ഉദാഹരണങ്ങൾ എണ്ണിപ്പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആദ്യം പറയാം. ഹൃദ്രോഗ ചികിത്സയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ വേണു എന്ന കൊല്ലം സ്വദേശിയായ ഓട്ടോ തൊഴിലാളിയുടെ ജീവൻ എടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്പർ 1 എന്ന് വിളിച്ചുകൂവുന്ന മന്ത്രി മുതൽ സിസ്റ്റത്തിലെ ഓരോ ഘടകങ്ങളും അതിൽ ഉത്തരവാദികളാണ്. വേണുവിന്റെ തന്നെ ബന്ധുക്കളുടെ വാക്കുകൾ കടമെടുത്താൽ പണമില്ലാതായിപ്പോയി, അല്ലെങ്കിൽ ഇന്ന് വേണു ജീവനോടെ ഇരുന്നേനെ. ഡോക്ടർമാരില്ലാതെ, ഉപകരണങ്ങളില്ലാതെ വിളിച്ചു പറയുന്നവരെ നിശബ്ദരാക്കി സൈബറിടത്തിൽ ആക്രമിച്ച് നിങ്ങളിങ്ങനെ എത്ര പേരുടെ ജീവൻ എടുക്കും സർക്കാരെ? എത്ര കാലം സിസ്റ്റം എറർ എന്ന ഒരു ഇംഗ്ലീഷ് സാങ്കേതിക പദം നാവിലൊട്ടിച്ചു നടക്കും? സർക്കാരിലെ 2 മന്ത്രിമാർ തമ്മിൽ മന്ത്രിസഭാ യോഗത്തിൽ പോരടിക്കുന്ന അപൂർവതയ്ക്ക് വരെ കേരളം സാക്ഷിയായില്ലേ? അപ്പോൾ ഇവിടത്തെ രോഗികളെക്കാൾ വലിയ ഗുരുതരാവസ്ഥയിലുള്ളത് ഇവിടത്തെ സർക്കാർ ആശുപത്രികളാണ്. ആരോഗ്യ കേരളം എന്ന സിസ്റ്റമാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെ കുറവും സജ്ജീകരണങ്ങളുടെ കുറവുമാണ് വേണു എന്ന സാധാരണക്കാരന്റെ ജീവൻ എടുത്തത്. സാധാരണക്കാരുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സർക്കാർ ആശുപത്രികൾ സജ്ജമാണ് എന്നാണ് അധികൃതരുടെ വാദമെങ്കിലും ഡോക്ടർമാരുടെ കുറവ് മുതൽ കിടക്കകളുടെ കുറവ് വരെ പരിമിതികൾ ധാരാളമുണ്ട്. കൊല്ലം ജില്ലക്കാരനായ വേണുവിന് കൊല്ലം ജില്ലാ ആശുപത്രിയിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജും അടക്കമുണ്ടായിട്ടും വേണുവിനെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ടി വന്നു. എന്നിട്ടും വേണുവിന് മതിയായ ചികിത്സ കിട്ടിയില്ല. കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ആ നിമിഷം ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്ത് വേണുവിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നേനെ എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയണമെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ നിന്ന് എത്രത്തോളം ചികിത്സ ലഭ്യമാകാതെ നെട്ടോട്ടമോടിക്കാണണം ആ കുടുംബം. പോയത് ആ കുടുംബത്തിനാണ്. നഷ്ടമായത് 2 പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ ഏക അത്താണിയാണ്. സർക്കാരും സിസ്റ്റവും അപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവർക്ക് എന്ത് നഷ്ടമായി? ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രം മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയുള്ള ചികിത്സ തേടിയുള്ള വേണുവിന്റെ ഓട്ടത്തിനിടയിൽ എത്രയെത്ര ആശുപത്രികൾ, എവിടെയും ഡോക്ടർമാർ ഇല്ലെന്ന ഒരേ പല്ലവി. കൊല്ലം ജില്ലാ ആശുപത്രിയിലും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഇതേ പല്ലവി തന്നെ ആവർത്തിച്ചു. വേണുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. കടുത്ത നെഞ്ചുവേദനയുമായി ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയ വേണുവിനെ പരിശോധനകൾക്ക് ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു. അവിടെയും നടന്നു കുറെ പരിശോധനകൾ. അടുത്തത് കൊല്ലം മെഡിക്കൽ കോളേജാണ്. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോയാലും കാര്യമില്ല. കാരണം അവിടെയും ഡോക്ടർമാരില്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ജില്ലാ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്തത്. പക്ഷേ വെള്ളിയാഴ്ച രാത്രി എത്തിയ അവർക്ക് 6ാം ദിവസമായിട്ടും ചികിത്സയൊന്നും ലഭിച്ചില്ല. ചോദിക്കാവുന്നവരോടെല്ലാം ചോദിച്ചു, പക്ഷേ ചികിത്സ മാത്രം കിട്ടിയില്ല. ഒടുവിൽ ചികിത്സയൊന്നും സമയത്ത് കിട്ടാതെ വേണു പോയി. മരിക്കുന്നതിന് മുൻപ് വേണു ഉള്ളുലഞ്ഞു പറഞ്ഞ ചില വാക്കുകളുണ്ട് സ്വന്തം കൂട്ടുകാരനോട്. നായ്ക്കളെ നോക്കുന്ന നോട്ടം പോലും നോക്കുന്നില്ല എന്ന് നെഞ്ചു പിടഞ്ഞാണ് വേണു പറഞ്ഞത്. പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി, ഒരിക്കലും ഈ വാക്കുകൾ കേൾക്കരുത്. നിങ്ങൾ തള്ളിമറിക്കുന്ന ആരോഗ്യ കേരളത്തെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെ ആ പാവപ്പെട്ടവന്റെ മരണം വെച്ചും പ്രസ്താവന നടത്തും നിങ്ങൾ. കാശില്ലാത്തവനോട് നിങ്ങൾ എററാണ് എന്ന് പറയുന്ന സിസ്റ്റം കാണിക്കുന്ന അവഗണനയുടെ അങ്ങേയറ്റം സഹിച്ചാണ് വേണു പോയത്. നിങ്ങൾ അപ്പോഴും പുതിയ ഡോക്ടർമാരെ നിയമിക്കുന്നതിന്റെ പേരും പറഞ്ഞ് മന്ത്രിസഭയ്ക്കുള്ളിൽ തമ്മിൽ തല്ലുകയായിരുന്നില്ലേ? അമേരിക്കൻ മോഡൽ ആരോഗ്യ വികസനം എന്നൊക്കെ ഗീർവാണം അടിക്കും മുൻപ് പാവപ്പെട്ടവന് ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് മന്ത്രി വീണ ജോർജ് ഉറപ്പാക്കേണ്ടത്. അല്ലാതെ കുറെ ഗീർവാണം മുഴക്കി അമേരിക്കയെ വെല്ലുന്ന ആരോഗ്യ സംവിധാനം എന്നൊക്കെ പറയുന്നതിന് മുൻപ് നിങ്ങളുടെ സിസ്റ്റം കൊന്നുകളയുന്ന ഇത്തരം പാവങ്ങളുടെ കാര്യം കൂടി പരിഗണിക്കണം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മന്ത്രിമാർ തമ്മിൽ പോരടിക്കുന്ന അപൂർവതയ്ക്ക് മന്ത്രിസഭാ യോഗം സാക്ഷ്യം വഹിച്ചത്. അതേ ബുധനാഴ്ച തന്നെയാണ് ചികിത്സ കിട്ടാതെ ആരോഗ്യ കേരളത്തിന്റെ എററായ സിസ്റ്റം വേണു എന്ന സാധാരണക്കാരനെ കൊന്നതും. പുതുതായി ആരംഭിച്ച കാസർഗോഡ്, ഇടുക്കി, വയനാട്, കോന്നി മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ നിയമനത്തെ ചൊല്ലി വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മന്ത്രിസഭാ യോഗത്തിലേക്ക് കൂടി നീളുകയായിരുന്നു. 4 ഇടങ്ങളിലായി 180 ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ ആവശ്യത്തിന് ധനവകുപ്പ് ഉടക്കിട്ടതിനെ ചൊല്ലി മന്ത്രിസഭാ യോഗത്തിൽ
മുഖ്യമന്ത്രിയുടെ കൺമുന്നിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും ധനമന്ത്രി KN ബാലഗോപാലും തമ്മിലടിച്ചു. രണ്ടിടങ്ങളിലേക്ക് 30 തസ്തിക മാത്രം അനുവദിക്കാനുള്ള ധനവകുപ്പിന്റെ നിലപാടിൽ മന്ത്രി വീണ ജോർജ് ക്ഷുഭിതയായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂടുതൽ തസ്തിക അനുവദിക്കാനാവില്ല എന്ന് മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കിയതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ചീഫ് സെക്രട്ടറി A. ജയതിലകിനെ ചുമതലപ്പെടുത്തി. എന്താണ് കാർഡിയോളജി രംഗത്ത് ആരോഗ്യ കേരളത്തിന്റെ അവസ്ഥ? വേണുവിന്റെ ജീവനെടുത്ത കൊല്ലത്തെ സിസ്റ്റം മുതൽ പരിശോധിക്കാം. കൊല്ലം ജില്ലാ ആശുപത്രിയിലും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കാർഡിയോളജി വിഭാഗമുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം രോഗികൾക്ക് ലഭിക്കാറില്ല. ഡോക്ടർമാരില്ലാത്തത് തന്നെ കാരണം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ 3 കാർഡിയോളജിസ്റ്റുകളുണ്ട്. ഇവരിൽ ഒരാൾ മാത്രമാണ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. ഈ ഡോക്ടറാണ് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യേണ്ടത്. ഡോക്ടർമാരുടെ അവധിയും മറ്റ് കാരണങ്ങളാലും ഇവിടെ അടിയന്തര ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും നടക്കാറില്ല എന്നതാണ് വസ്തുത. മറ്റ് 2 ഡോക്ടർമാരും ECG, ഇക്കോ, TMT പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ കുറിച്ചു നൽകും. കാർഡിയോളജി OP ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. കൊല്ലം മെഡിക്കൽ കോളേജിലാകട്ടെ പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. അതിനാലാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 15 തസ്തികകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ജോലി ചെയ്യുന്നത് 10 ഡോക്ടർമാർ മാത്രം. നേരത്തെയുണ്ടായിരുന്ന മറ്റൊരാളെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് അടുത്തിടെ മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരത്ത് 4 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ കൂടി നിയമിക്കണമെന്ന് വർഷങ്ങളായി ആവശ്യമുണ്ടെങ്കിലും നടപടിയൊന്നും ഇപ്പോഴുമില്ല. ആരോഗ്യ വകുപ്പിലും സിസ്റ്റം എററിന് ഇരകൾ ഒരുപാടുണ്ട്. അതിൽ ഒടുവിലത്തേതാണ് വേണു. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി 7 വർഷം വേദന സഹിച്ച കോഴിക്കോട് സ്വദേശി KK ഹർഷിനിക്ക് നീതി തേടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു ജീവൻ തന്നെ നഷ്ടമായി. എല്ലാത്തിനും ന്യായം സിസ്റ്റം എറർ തന്നെ. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈക്കു പകരം ശസ്ത്രക്രിയ നടത്തിയത് 4 വയസ്സുകാരിയുടെ നാവിലായിരുന്നു. നോക്കൂ എത്ര ലാഘവത്തോടെയാണ് ഓരോ വിഷയങ്ങളും ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് എന്ന്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2023 മാർച്ച് 23-ന് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയത് ഗൈഡ് വയറായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടെ ഗൈഡ് വയർ നീക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചെങ്കിലും വയർ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി പുറത്തെടുക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല. തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വൃദ്ധൻ വേദന സഹിച്ചത് 3 മാസമാണ്. കാലിൽ കയറിയ മരക്കഷ്ണം പൂർണ്ണമായി നീക്കം ചെയ്യാതെ പറഞ്ഞയച്ചു. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി കമ്പ് നീക്കം ചെയ്തു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതി 4 ദിവസത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൈക്ക് പൊട്ടലുമായി വന്ന കുട്ടിയുടെ കൈ മതിയായ ചികിത്സ നൽകാത്തതിനെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നത് കഴിഞ്ഞ മാസമാണ്. ഇങ്ങനെ എററായ ഒരു സിസ്റ്റം ഉള്ളിടത്തോളം കാലം ഇവിടത്തെ സാധാരണക്കാരായ രോഗികൾക്ക് എന്ത് നീതി കിട്ടുമെന്നാണ് ആരോഗ്യമന്ത്രിയും ഈ സർക്കാരും ഗീർവാണം മുഴക്കുന്നത്. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യം മനുഷ്യനോട് പെരുമാറുന്നത് പോലെ രോഗികളെ കാണാനും പരിചരിക്കാനും തയ്യാറാകണം. മതിയായ ചികിത്സ നൽകാൻ പര്യാപ്തമായ സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് വേണം അവകാശവാദങ്ങളും തർക്കങ്ങളും മേനി നടിക്കലും. അല്ലാത്തിടത്തോളം സാധാരണക്കാർ ഇതുപോലെ നെഞ്ചുപൊട്ടി മരിച്ചുകൊണ്ടിരിക്കും സർക്കാരെ.